ഹായ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ പ്ലംബിങ്ങിൻ്റെ ഫിറ്റിങ്സ് ആവശ്യം വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് തുളച്ചിട്ടിട്ട് പിന്നെ ഔട്ട് സൈഡ് പണിയുമ്പോഴാണ് മുകളിൽ നിന്ന് ഇറങ്ങുന്ന പൈപ്പൊക്കെ കൂടി ആ ഒരു ടൈമിൽ നമുക്ക് ഏകദേശം ഒരു 5-6 വട്ടം പോരാ കടയിൽ പോകാനായിട്ട്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നതേ, ചില കടക്കാർ നമ്മൾ സാധനങ്ങൾ നമുക്ക് എന്തായാലും ഒറ്റയടിക്ക് എടുക്കാൻ പറ്റില്ലല്ലോ, ഒരു 3-4 വട്ടമൊക്കെ മേടിക്കേണ്ടി വരും. അപ്പൊ അതിൽ കുറെ സാധനങ്ങൾ ചിലപ്പോൾ ബാക്കി വരും, കുറെ സാധനങ്ങൾ മേടിക്കേണ്ടി വരും. അപ്പൊ വീട്ടുകാരെയും കടക്കാരെയും ചിലരുടെ ഒരു മാനസികാവസ്ഥ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോ കടയിൽ നിന്ന് ഇപ്പോൾ തിരിച്ചു കൊടുക്കുമ്പോൾ ചില കടക്കാർക്ക് ഇത്തിരി ബുദ്ധിമുട്ടാ. അതായത് സാധനങ്ങൾ ഒരു ചെറിയ ഒരു മുറുമുറുപ്പ് ഇങ്ങനെ പറയും. അപ്പൊ നമ്മുടെ 2-3 സൈറ്റിൽ നിന്ന് ഇങ്ങനെ ഒരു സംഭവം കേട്ടു. അതായത് നമ്മളിപ്പോ ഒരുവിധം എല്ലാ കടക്കാരും ഈ ഇലക്ട്രിക്കലിലായാലും പ്ലംബിങ്ങിന്റെ സാധനങ്ങളായാലും തിരിച്ച് റിട്ടേൺ എടുക്കുക. ഒരു മടി കൂടാതെ എടുക്കണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിക്കലിന് ഒരു 90% നമുക്ക് എങ്ങനെ പോയാലും ഇടയ്ക്ക് എഴുതാൻ പറ്റും. പ്ലംബിങ്ങിന് നമുക്കത് പറ്റില്ല. പലരുടെ വിചാരം നമുക്ക് പണി അറിയാത്തതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യണമെന്നുള്ളത്. അപ്പൊ ഈ കടക്കാര്, ഞാൻ പറയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായം പറയാണ്ട് ഈ കടക്കാർ അങ്ങനത്തെ ഒരു മനോഭാവത്തിനെ കുറിച്ചിട്ട്. ചില കടക്കാര് നമ്മൾ സാധനങ്ങൾ നമ്മൾ ഇത്ര അധികം എടുത്തു, കുറെ ബാക്കി വന്നു, അങ്ങനെ പറയേണ്ട കാര്യമില്ല. സാധനം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുവിധം എല്ലായിടത്തും നടക്കുന്ന ഒരു സംഭവമാണ്. നമുക്ക് കറക്റ്റായിട്ട് ഒരു പൈപ്പിൽ തന്നെ 6-7 തരം ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് അങ്ങനെ തന്നെയാണ് നിലവിൽ പോകുള്ളത്. അപ്പോൾ വീട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് നമ്മൾ കറക്റ്റ് പരമാവധി എല്ലാം കറക്റ്റ് നോക്കിയിട്ടാണ് എഴുതുക. എന്നാലും നല്ലൊരു മാറ്റം കാര്യങ്ങളും വരും. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യം, നിങ്ങൾ എവിടെ നിന്ന് വേണമെങ്കിലും സാധനം എടുത്താൽ ആ സാധനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ചോദിക്കുക, ഈ സാധനങ്ങൾ റിട്ടേൺ എടുക്കുമെന്ന് ചോദിക്കുക. പിന്നെ അതിൽ വേറെ വർത്താനം വേണ്ട. അല്ലാതെ ഈ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ ഈ പ്ലംബിങ്, ഞാനിപ്പോൾ ഈ പണി പഠിച്ച കാലം തൊട്ട് ഇപ്പോഴും അതെ, ഒരു 5-8 വട്ടമൊക്കെ പ്ലംബിങ്ങിൻ്റെ പണി കഴിയുമ്പോഴേക്കും മേടിക്കേണ്ടി വരും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായവും കാര്യങ്ങളും അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഈ ഒരു പ്ലംബിങ്ങിൻ്റെ മെറ്റീരിയൽ മേടിക്കുന്നത് നമുക്കൊന്ന് ആലോചിച്ച് നോക്കിയാൽ 4-5 തരം പൈപ്പ്, അതിൽ ഒരു തരത്തിൽ 5-6 തരം ഫിറ്റിങ്സ്, കണ്ടമാനം ഫിറ്റിങ്സുകൾ, പിന്നെ നമ്മൾ പണിയുന്ന സമയത്ത് വേറൊരു ഐഡിയയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരും. അപ്പോൾ അങ്ങനത്തെ ഒരു വല്ല കടക്കാരുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്വഭാവം മാറ്റുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കട മാറ്റും. അത്രേ ഉള്ളൂ. നമ്മൾ ഇവിടുന്ന് മേടിക്കുന്ന കടക്കാർക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല കേട്ടോ. നമുക്ക് എത്ര വേണമെങ്കിലും തരും, തിരിച്ച് എത്ര വേണമെങ്കിലും എടുക്കും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ പറയാം. നിങ്ങളുടെ അവിടുത്തെ കടക്കാരെ എങ്ങനെയുണ്ടെന്നും പറയാം. ഓക്കെ.